ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നൂഡിൽസിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു കപ്പ് എന്ന് വെച്ചാൽ 250 ഗ്രാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം, അതിലിങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ മാവിൻ്റെ ഒരു മുറുക്കമൊക്കെ മാറി നമുക്ക് വളരെ ഈസി ആയിരിക്കും അത് കുഴച്ചെടുക്കാനും അതുപോലെ പരത്തിയെടുക്കാനൊക്കെ ആണെങ്കിലും. ഇതും ഒന്ന് കുഴച്ചെടുക്കാനൊക്കെ ഉള്ളൊരു എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നൂഡിൽസിലാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് അതിലേക്ക് ചേർക്കാവുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ മുട്ടയൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്നും ബീറ്റ് ചെയ്തെടുത്താണ്. അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കുറച്ച് മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം കൂടുതലാവരുത്. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിയുമ്പോഴും അത് കുഴഞ്ഞിരിക്കും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം, എങ്കിലേ മാവ് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി ഇത് 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. 30 മിനിറ്റ് നേരം കഴിഞ്ഞ് വേണം നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് തുടങ്ങാൻ. അപ്പോൾ ഇത് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് മാവ് കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീടുകളിലുള്ളതാണ്, നമ്മുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ ഇതുപോലത്തെ ഇടിയപ്പത്തിൻ്റെയൊക്കെ സേവനാഴി ഉണ്ടാവും. ഒന്നുകിൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ളത്, അങ്ങനെ ഇതിലേതെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏത് വലിപ്പത്തിലുള്ള നൂഡിൽസ് ആണോ വേണ്ടത്, അപ്പം ആ ഒരു രീതിയിലുള്ളത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ചൗമീൻ നൂഡിൽസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ വലിയ ഹോളിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ സാധാരണ മാഗിയുടെയൊക്കെ ആ ടൈപ്പിലുള്ള നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഹോളിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരവും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആണ്. ഞാനൊരു 5-8 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. സേവനാഴിയിലേക്ക് ഇടാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിനെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് സേവനാഴിയിൽ നിന്നും കറക്കിയിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഇട്ടതിന് ശേഷം വീണ്ടും അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പ്ലാസ്റ്റിക്കിലേക്ക് ഇടുമ്പം നമുക്ക് ആ സെയിം ലെവലിൽ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാനായിട്ട് പറ്റും. അതിനുശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു നീളത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വിടുക. വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആ നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്തത്. ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 to 5 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. കണ്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. തമ്മിലൊന്നും ഒട്ടിയല്ല ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഇതുപോലെ ഇട്ട് കാണിച്ചു തരാം വെള്ളത്തിലേക്ക് തന്നെ. നേരിട്ട് വെള്ളത്തിലേക്ക് ഉണ്ടാക്കിയിടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 2 രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ ഷീറ്റിൽ ആദ്യം ഉണ്ടാക്കിയിടുക, അതിനുശേഷം വെള്ളത്തിലേക്ക് ഇടുക.
കണ്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ വെന്തിട്ടുമുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, പിന്നെ അതങ്ങ് കുഴഞ്ഞിരിക്കും. ഇനി ഇത് കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളവും കൂടി റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർച്ച്, ആ ഗോതമ്പൊടിയുടെ ഒരു സ്റ്റാർച്ചൊക്കെ പോകാനായിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളത്തിലാണ് ഇപ്പം നമ്മൾ ഇട്ടത്. അതൊന്നുകൂടി വീണ്ടും ഒന്നുകൂടി ഇതിൽ നിന്നും കോരി ഒന്നുകൂടി വെള്ളം മാറ്റിയിടാം. അങ്ങനെ 2 തവണ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ തീർത്തും അങ്ങ് മാറിക്കോളും. അപ്പോൾ 2 തവണ ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ കോരി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. സാധാരണ നമ്മൾ നൂഡിൽസ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ മടിക്കും, കാരണം അത് മൈദയാണല്ലോ എന്ന് കരുതിയിട്ട്. ഇതുപോലെ നമ്മൾ വീടുകളിൽ ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ തയ്യാറാക്കിയെടുത്ത് ഇതിപ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്ന കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. നൂഡിൽസിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഒനിയൻ, ഇത്ര സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഓയിലൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ സവാളയും ക്യാരറ്റും കൂടി ആദ്യം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നൂഡിൽസിൽ ഉപ്പ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നൂഡിൽസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് വെജിറ്റബിൾസിൽ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും. ഞാൻ ആ നൂഡിൽസിലേക്ക് അധികം ഉപ്പില്ല അതിന്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഈ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ക്യാപ്സിക്കും കാബേജും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരണം. നൂഡിൽസിലൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് സാധാരണ സോസിനല്ലാതെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള മസാലകളെല്ലാം കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, പകരം സോസുകൾ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ചില്ലി സോസ്. ഈ ചില്ലി സോസിൽ തന്നെ വിനാഗിരിയൊക്കെ ചേർന്നതാണ്, അതുകൊണ്ട് നമുക്ക് വേറെ വിനാഗിരി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരല്പം സ്പൈസി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.